ഞങ്ങളങ്ങനെ മൺട്രോ തുരുത്തിലൂടെ ഒരു കനാല് യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കുക കേട്ടോ. അതേ നമ്മുടെ ചെറിയൊരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു വഞ്ചിയിലൊക്കെ ആയിട്ട് നമ്മൾ യാത്ര ചെയ്തേക്കണേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയുള്ള ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചോണ്ടിരിക്കുവാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട്. ആ മെയിൻ കായലിൽ നിന്ന് നമ്മൾ മാറിയിട്ട് ചെറിയൊരു കനാല് പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ മനോഹരമായ കാഴ്ചകളുടെ ഒരു വസന്തം എന്നൊക്കെ പറയാവുന്ന സംഭവമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും നിറയെ മരങ്ങളും പിന്നെ നല്ല തണലാണ്. അപ്പുറത്തെ സൈഡിലോട്ട് ഭയങ്കര വെയിലാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല തണലൊക്കെ ആയി, നല്ല രസമാണ്. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നു, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ അന്ന് നമുക്ക് കാണാൻ പറ്റില്ല, എന്തോ മേഘമോ അങ്ങനെ എന്തോ വന്നിട്ട് നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു കാഴ്ച അനുഭവം അടിപൊളിയാട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് കൊല്ലം ഭാഗത്തേക്കൊക്കെ വരുവാണെങ്കിൽ മൺട്രോ തുരുത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവരും തന്നെ വന്നിട്ടുമുള്ള സ്ഥലമാണ്. പക്ഷെ ഇത് എത്ര പ്രാവശ്യം വന്നാലും ഇതിൻ്റെ ഒരു അനുഭവം അത് മറക്കാൻ പറ്റത്തില്ല. അതുപോലെ രസമാണ് ഇതിനകത്തൂടെ ഒരു ബോട്ട് യാത്രയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ട് ഇന്ന് കൊണ്ടുവരുന്നത് മാത്യു ചേട്ടനാണ് നമ്മൾ ഇന്ന് ഇവിടുന്ന് കനാല് വഴി കൊണ്ടുപോയി നമ്മളെ സൺസെറ്റൊക്കെ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, രണ്ട് സൈഡും ചെറിയ, അതായത് രണ്ട് സൈഡും നമുക്ക് കര കാണാം. നമ്മൾ പോകുന്നത് ഒരു ചെറിയ കനാലിൽ കൂടിയാണ്. അപ്പോൾ ഇവിടെ അധികം ആഴമില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഈ സംഭവങ്ങളൊക്കെ ഇടാതെ ചേട്ടൻ കയറ്റിയല്ല കേട്ടോ, അത് വേറെ കാര്യം. എന്തായാലും ഇതെല്ലാം ഇട്ട് റെഡിയായിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ട്. കൂടുതൽ കാഴ്ചകൾ. മൺട്രോ തുരുത്ത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലും കല്ലടയാറും കൂടെ ചേർന്ന സംഗമ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു ദ്വീപ് സമൂഹമാണ് ഇത്. ശരിക്കും ഒരു 8 ചെറു തുരുത്തുകൾ ചേരുന്നതാണ് മൺട്രോ തുരുത്ത് എന്ന് പറയുന്നത്. ഏകദേശം 13.37 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണയാർന്ന ഒരു സ്ഥലമാണ് മൺട്രോ തുരുത്ത് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരുവിതാംകൂറിന്റെ ദിവാനായിരുന്ന കേണൽ ജോൺ മൺട്രോയുടെ പേരിലാണ് ഈ മൺട്രോ തുരുത്ത് അറിയപ്പെടുന്നത്. അപ്പം ഇതൊക്കെയാണ് മൺട്രോ തുരുത്തിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിലൊക്കെ ഉപരി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കണ്ടൽക്കാടുകൾ കാണാം, പിന്നെ മനോഹരമായിട്ടുള്ള ഈ ബോട്ട് റൈഡ് നമുക്ക് എൻജോയ് ചെയ്യാം, സൺസെറ്റും സൺറൈസും കാണാം. അപ്പോൾ വരുന്നവർ ഒന്നിലെ രാവിലെ വരിക, അല്ലെങ്കിൽ വൈകുന്നേരം വരിക, ഇല്ലാന്നുണ്ടെങ്കിൽ ബാർബിക്യൂ ആയിട്ട് തിരിച്ചു പോകേണ്ടി വരും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വേണം വരാനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ബോട്ട് സർവീസുകളുണ്ട്, ഷിക്കാര റൈഡുകളുണ്ട്, ഹൗസ് ബോട്ടുകളുണ്ട്, അങ്ങനെ കുറേയേറെ ഫെസിലിറ്റികൾ നമുക്ക് ഒരു ദിവസം മൊത്തം എൻജോയ് ചെയ്യാനുള്ളത് മൺട്രോ തുരുത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. മൺട്രോ തുരുത്തിന്റെ പുരാവൃത്തം. നമ്മളിവിടെ നിന്ന് വ്ലോഗ് ചെയ്ത് മൺട്രോ തുരുത്തിലും മൺട്രോ സാഹിബിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചാരിറ്റിലാണെങ്കിൽ എനിക്ക് മൺട്രോ തുരുത്തിന്റെ മൊത്തമായിട്ടുള്ള ഹിസ്റ്ററി പറയുന്ന ഒരു ബുക്ക് കൊണ്ടുവന്ന് തന്നേക്കുക കേട്ടോ. അതായത് മൺട്രോ തുരുത്തിന്റെ പുരാവൃത്തം, പ്രൊഫസർ PN അനിരുദ്ധൻ എഴുതിയിരിക്കുന്ന മൺട്രോ തുരുത്തിന്റെ ഒരു കംപ്ലീറ്റ് ചരിത്രമാണ്.